ഇത് ഞായറാഴ്ചത്തെ വീഡിയോ ആണ്. ഈ ഞായറാഴ്ച പള്ളിയിലേക്ക് ചേട്ടായും അമ്മച്ചിയൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തുണി കഴുകാൻ വേണ്ടി മുകളിലേക്ക് വന്നു കേട്ടോ. അധികം നേരം ഫോണും പിടിച്ചോണ്ടിരുന്നുണ്ടെങ്കിൽ സമയം പോകുന്നതുകൊണ്ട് വേഗം അതൊക്കെ ഓഫ് ചെയ്ത് തുണിയൊക്കെ കഴുകി താഴെ വന്നേ. ഞങ്ങൾ റെഡിയാവുന്ന സമയം കൊണ്ട് ചേട്ടായി അമ്മച്ചിനെ കൊണ്ട് പള്ളിയിലാക്കിയിട്ട് വന്നായിരുന്നു കേട്ടോ. കഞ്ഞൂടി കഴിയുമ്പോൾ ചേട്ടൻ അമ്മച്ചിനെ കൊണ്ടാക്കാൻ വേണ്ടി പോയിട്ടോ. ഞാനപ്പോൾ അവിടെ വെയിറ്റ് ചെയ്തേ. അപ്പോൾ ഞാൻ്റെ മുഖമൊക്കെ മാറിയത് എൻ്റെ അടുത്ത് ഇനി ഒരുമിച്ച് പോയാൽ മതി, സൺഡേ സ്കൂൾ കഴിയണവരോട് ഇരിക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാനും ആ ഇരിക്കാനൊക്കെ വെറുതെ വാക്കൊക്കെ കൊടുത്തു കേട്ടോ. പിന്നെ അവർ പള്ളിയുടെ അകത്തേക്ക് പോയപ്പോൾ ഞാനും പതുക്കെ പോന്നേ. ഷോപ്പിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ സോഡ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കൊണ്ടുവയ്ക്കാൻ വേണ്ടി വന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ രണ്ട് സോഡ ലൈമൊക്കെ ഉണ്ടാക്കി കുടിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ നേരെ പോയത് ആതിര കോട്ടൺസിലേക്കാണ്. അവിടുന്ന് കുറച്ച് നെറ്റ് മേടിക്കണമായിരുന്നു. നമ്മുടെ വർക്ക് ഏരിയയുടെ ഡോർ വന്നിട്ട് ഗ്രില്ലാണ്. അപ്പോൾ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നേ. ശനിയാഴ്ച രാത്രി അവിടെ ചെറിയൊരു പാമ്പിനെ കണ്ടു കേട്ടോ നമ്മുടെ വർക്ക് ഏരിയയിൽ. അതാണ് വേഗം പോയി നെറ്റൊക്കെ മേടിച്ചിട്ട് വന്നത് കേട്ടോ. വന്നു കഴിഞ്ഞ് ഞാൻ എൻ്റെ പണികളിലേക്ക് കിടന്നു കേട്ടോ. ഞാനിവിടെ കഞ്ഞി പോണതിന് മുമ്പ് വെച്ച് 3-4 വയസ്സിലേക്ക് കേൾപ്പിച്ചിട്ടാണ് പോയത്. ബാക്കി പിന്നെ വന്നിട്ട് കേട്ടോ വെച്ചത്. ഞാനിട്ട് പൊതുവെ പച്ചക്കറി ഒന്നും കഴിക്കില്ല കേട്ടോ. പക്ഷേ ഇപ്പോൾ അച്ചിങ്ങാപ്പയറില്ല, അച്ചിങ്ങയുടെ പയറ് കഴിക്കണ ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിത് കഞ്ഞിയൊക്കെ വന്നപ്പോൾ ഞാനിവിടെ കഞ്ഞിയൊക്കെ വാർത്തി 12:25 ആകുമ്പോൾ ഒന്ന് പോണോട്ട് വിളിക്കാനായിട്ട്. ചേട്ടായി അവിടെ നെറ്റ് കെട്ടേണ്ട തിരക്കില്ല കേട്ടോ. കുറേ സമയം എടുത്തോട്ട് അത് കെട്ടാനായിട്ട്. ഇടയ്ക്ക് ചോറിനാൻ വന്നിട്ട് വീണ്ടും അത് കെട്ടാൻ വേണ്ടി പോയേ. ഞാൻ ആ ഗ്യാപ്പിൽ പോയി നാട്ടിനെ കുളിച്ചുകൊണ്ട് വന്നിട്ടോ. പോനെ വിളിക്കുന്നത് കിൻഡോജോയ് വേണമെന്ന് പറഞ്ഞാൽ അതൊക്കെ മേടിച്ചു കൊടുന്ന് കഴിക്കുകയാണ്. പിന്നെ ചോറൊക്കെ കൊടുത്തു കേട്ടോ. അത് കൊടുത്തിട്ട് കുറച്ച് ഇരുന്ന് പഠിക്കുന്നു പറഞ്ഞ് ഇരുത്തിയിട്ടാളെ. ഇന്ന് ഞാൻ ഉറങ്ങാനൊന്നും സമ്മതിച്ചില്ലായിരുന്നു കേട്ടോ. കുറച്ച് നേരം ഇരുന്നുള്ളൂ. അത് കഴിഞ്ഞ് എഴുന്നേറ്റ് പുറത്തേക്ക് വന്നു. ഇവിടെ ടി വിയുടെ ആൾക്കാർ അപ്പച്ചനും അമ്മച്ചിയാട്ടോ. എനിക്ക് ചാനലുകൾ എവിടെ കിടക്കണമെന്ന് പോലും അറിയാൻ പാടില്ല കേട്ടോ. അതാണ് ഞാനോട്ടിക്ക് കൂടുതൽ ആപ്പ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ പപ്പയും മോനും കൂടി കല്ലൊക്കെ ഇട്ട് കളിക്കുന്നുണ്ടായിരുന്നേ. ഞാനോട്ടിക്ക് മിൻറ്റ് ടീ മതി എന്ന് പറഞ്ഞേ. അവിടെ എല്ലാവർക്കും മിൻറ്റായിട്ട് ഇട്ടത്. ചേട്ടായിക്ക് അത്ര ഇഷ്ടമൊന്നുമല്ലേ. പിന്നെ ബ്രെഡും ബട്ടറുമാണ് കൊടുത്തത്. ചേട്ടായിക്ക് അവലുണ്ടാക്കാൻ വന്നപ്പോൾ വേണ്ട, എനിക്കും ബ്രെഡും ബട്ടറും തന്നെ മതിയെന്ന് പറഞ്ഞു. ഇതിപ്പോൾ രാത്രി ചേട്ടായിക്കുള്ള ചപ്പാത്തിക്ക് കുഴക്കും കേട്ടോ. ശനിയാഴ്ച തുടച്ചിട്ട് ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മോളിൽ കൊണ്ട് വയ്ക്കാൻ വേണ്ടി ചേട്ടാ അത് കൊണ്ട് വെച്ച് തന്നു കേട്ടോ. മെഷീനിലിടാൻ വേണ്ടിയിട്ടായിരുന്നേ. രാവിലെ ഉണ്ടായത് കുറച്ച് തുണി ചവിട്ടിയൊക്കെ കഴുകിയിട്ടാട്ടോ പള്ളിയിട്ട് പോയത്. ഇത് ഞാനോട്ടിയും ചേട്ടായും കൂടി ശംസിൻ്റെ അടുത്ത് പോയിട്ടോ. അതായത് അമ്മച്ചിയുടെ അമ്മ. അതിന് ഹെൽമെറ്റ് വയ്ക്കണമെന്ന് ചോദിച്ച് വന്നേക്കണ കേട്ടോ ആള്. ബെഡ്ഷീറ്റും വീട്ടിലുള്ള ഡ്രസ്സൊക്കെ ആട്ടോ മെഷീനിൽ ഇടുള്ളൂ. ഞാനൊരു ഡ്രസ്സ് നല്ലതും ഇന്നോസൊന്നും ഇടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ കഴുകാട്ടുണ്ടായിരുന്നതൊക്കെ. കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം പണിയൊന്നും ചെയ്യണം എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ കുളിക്കണതിന് മുമ്പ് എല്ലാ പണി തീർക്കാൻ നോക്കൂ കേട്ടോ. പിന്നെ ഇതേ കുഴച്ച് വെച്ചിട്ട് പോയ മാവൊക്കെ എടുത്തിട്ട് ഇത് ചപ്പാത്തി ഉണ്ടാക്കട്ടെ ഏട്ടയ്ക്ക്. ഇത് കഴിഞ്ഞിട്ട് കന്യാട്രിപ്പ് പള്ളിയിലൊന്ന് പോണേ. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടപ്പോൾ ഞാനും ചേട്ടായും പോയിട്ട് വന്നായിരുന്നു. ഞാനോട്ട് ക്യാമറയൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് അപ്പച്ചൻ്റെ അമ്മച്ചിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞാനോട്ടിയുടെ പണിയാണേ. അടുക്കളയിൽ വന്നിട്ട് ഞാൻ ട്രൈപോഡ് എടുക്കുവാണ്, ഇപ്പോൾ കൊണ്ടുവന്ന് തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾ എടുത്തുകൊണ്ട് പോയത്. പിന്നെ ഇത് നാനോട്ടേക്ക് ഗിൽറ്റ് വേണമെന്ന് പറഞ്ഞ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. അവിടെയൊക്കെ ആക്കില്ലെന്ന് പറഞ്ഞ് ന്യൂസ് പേപ്പറൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഓർഡർ ചെയ്തത് നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആ സ്പൂണൊക്കെ വയ്ക്കാനായിട്ടൊരു ഇതാട്ടോ. അത് സ്പൂണും വയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന